ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 17-ാം സങ്കീർത്തനം 2-ാം വാക്യം. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. ശൗൽ രാജാവും അവൻ്റെ രാജസദസ്സും ദാവീദിനെ ഒരു രാജ്യദ്രോഹിയായിട്ടാണ് കാണുന്നത്. എന്നാൽ കർത്താവേ, അവരുടെ വിധിക്ക് എന്നെ വിട്ടുകൊടുക്കരുതേ, നിന്റെ സന്നിധിയിൽ നിന്ന് തന്നെ എന്നെ വിധിക്കണമേ എന്നാണ് ദാവീദിൻ്റെ ദൈവത്തോടുള്ള അപേക്ഷ. നീ പരിശോധിച്ചാൽ ഒരു കുറ്റവും എന്നിൽ കാണുവാൻ കഴിയുകയില്ല. കാരണം ശൗലിൻ്റെ നേരെ ദാവീദിൻ്റെ ഹൃദയം നേരുള്ളതായിരുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി തന്നെ വിടുവിച്ച് അയക്കുന്നതാകുമെന്നുള്ള ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു. ദൈവം നീതിയും ന്യായവും സത്യവും കണ്ടെത്തുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പരിശോധന മുൻപിൽ നിൽക്കുവാൻ തനിക്ക് കഴിയുമെന്ന് ദാവീദ് ഉറച്ച് വിശ്വസിക്കുന്നു. പ്രിയ സ്നേഹിതരെ, പരിശോധന ചെയ്യുന്ന ദൈവത്തിന് മുൻപിൽ നമ്മുടെ ഹൃദയവും പ്രവൃത്തിയും വാക്കുകളും തുറന്നു വയ്ക്കുവാൻ നമുക്ക് കഴിയുമോ? സൂക്ഷ്മമായി പരിശോധിക്കുന്ന ദൈവം നമ്മളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മെ വിടുവിച്ച് അയക്കുമെന്ന് ദാവീദിനെ പോലെ പറയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ഈ നാളുകൾ നമുക്ക് രൂപപ്പെടുത്താം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നായി തീരുവാനുള്ള കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.